ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ശബ്ദത്തിന്റെ ഉടമയായ പ്രിയ ഗായിക ആശാ ഭോസ്ലെ ഇനി ഓർമ്മ. 8 പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതത്തിനൊടുവിൽ 92 വയസ്സിലാണ് വിയോഗം. അസാമാന്യമായ ആലാപന ശൈലിയിലൂടെ തലമുറകളെ വിസ്മയിപ്പിച്ച ആരാധകരുടെ പ്രിയപ്പെട്ട ആശാജി ഹിന്ദി, മറാത്തി, ബംഗാളി, ഗുജറാത്തി തുടങ്ങി വിവിധ ഭാഷകളിലൂടെ 12,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1933 മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ സംഗീതജ്ഞനായ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെയും ശേവന്തിയുടെയും മകളായാണ് ജനനം. ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ ഇളയ സഹോദരിയായിരുന്നു. ആശാജിക്ക് വെറും 9 വയസ്സുള്ളപ്പോഴാണ് പിതാവ് മരിക്കുന്നത്. തുടർന്ന് മങ്കേഷ്കർ കുടുംബം മുംബൈയിലേക്ക് മാറി. 10-ാം വയസ്സിൽ മാത്സാ ബാൽ എന്ന മറാത്തി ചിത്രത്തിലൂടെയായിരുന്നു സംഗീത ലോകത്തേക്കുള്ള അരങ്ങേറ്റം. 1948 ചുനരിയ എന്ന ചിത്രത്തിലൂടെ ഹിന്ദി പിന്നണി ഗാന രംഗത്തും ചുവടുവച്ചു. തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ലതാ മങ്കേഷ്കറുടെ നിഴലായിരുന്നു ആശാ ഭോസ്ലെ. 16-ാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഗൺപത് റാവ് ഭോസ്ലെയെ വിവാഹം ചെയ്തതോടെ കുടുംബവുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി. എന്നാൽ ആ ദാമ്പത്യം 1960-ൽ വിവാഹമോചനത്തിൽ അവസാനിച്ചു. പിന്നീട് തന്റെ കഠിനാധ്വാനത്തിലൂടെ ആശ സംഗീത ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തി. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടാണ് ആശയുടെ കരിയറിൽ വഴിത്തിരിവായത്. ആയിയെ മെഹർബാൻ, ഏഹേ രേഷ്മി, സുൽഹാങ്ക അന്തേര തുടങ്ങിയ എക്കാലത്തെയും വലിയ ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. ലതാ മങ്കേഷ്കർ മനോഹരമായ ഈണങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും പേരുകേട്ടപ്പോൾ കൂടുതൽ പരീക്ഷണാത്മകവും ബോൾഡുമായ ഗാനങ്ങളിലൂടെയാണ് ആശാ ഭോസ്ലെ ശ്രദ്ധിക്കപ്പെട്ടത്. 60കളിലും 70കളിലും ബോളിവുഡ് കാബ്രെ ഗാനങ്ങളുടെ പര്യായമായിരുന്നു ആശാജിയുടെ ശബ്ദം. പിയാ തോ അബ് തോ ആജാ, ഏ മേരെ ദിൽ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ആവേശമാണ്. 1980-ൽ സംഗീത സംവിധായകൻ R.D. ബർമനെ വിവാഹം കഴിച്ചു. 1994-ൽ ബർമന്റെ മരണം വരെ അവർ ഒന്നിച്ചുണ്ടായിരുന്നു. ഉമ്രാവു ജാൻ, ഇജാസത്ത് എന്നീ ചിത്രങ്ങളിലൂടെ 2 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നേടി. കാലത്തിനൊപ്പം സഞ്ചരിച്ച ഗായികയായിരുന്നു ആശാ ഭോസ്ലെ. 90കളിൽ AR റഹ്മാന്റെ രംഗീല എന്ന ചിത്രത്തിലൂടെയും ഇൻഡി പോപ്പ് ഗാനങ്ങളിലൂടെയും അവർ പുതുതലമുറയെയും കയ്യിലെടുത്തു. ഏതാണ്ട് 12,000-ലധികം പാട്ടുകൾ വിവിധ ഭാഷകളിലായി അവർ പാടിയിട്ടുണ്ട്. സംഗീത ലോകത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. മകൻ ആനന്ദ് ഭോസ്ലെയാണ് നിലവിൽ കൂടെയുള്ളത്.